മുട്ട ബട്ടർ കാന്താരി ഗ്രില്ലഡ്. ഇതാ മുട്ട ബട്ടർ കാന്താരി ഗ്രില്ലഡാണ് നമ്മുടെ തയ്യാറാക്കാൻ പോണത്. ഇതാ നല്ല മഴയത്ത് എരിവും ഇതൊക്കെ ആയിട്ട് ഒരു ചായയും കട്ടൻ ചായ ആയിട്ട് ഇതങ്ങനെ കഴിക്കാം. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനമാണ് മെയിനായിട്ട് കാന്താരി, പിന്നെ മുട്ട, ഇഞ്ചി, നാരങ്ങ, കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ബട്ടർ, മല്ലിയില, പുതിനയില. ഇത് പിന്നെ നമുക്ക് സാലഡിനാണ്. അപ്പോൾ ഇത് സാലഡ് തയ്യാറാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ കോഴിമുട്ട പുഴുങ്ങാൻ വയ്ക്കാം. ഇതാ ഷിജുവിനെ കൊണ്ട് ഇടിപ്പിച്ച് എല്ലാം കൂടി ഒന്നായിട്ട് അവനിടും. അവനിക്ക് എങ്ങനെ കോഴിമുട്ട അതൊക്കെ എല്ലാം കൂടി ഇപ്പൊ തന്നെ നമ്മടാണ്ട് അത് പൊട്ടാൻ തുടങ്ങി. ഉപ്പിട്ടാ ഉപ്പിടാം. അവൻ ഇട്ട ശരിയായില്ല. ഉപ്പുണ്ട് ഈ തൊണ്ട് പെട്ടെന്ന് തോട് പൊട്ടി വരാനാണ്. പിന്നെ ഉപ്പ് പിടിക്കാനും വെള്ളം കൊണ്ട് വെക്കണ്ട. ഇതെന്ത് കളറാണത് പറ? മഞ്ഞ. ഇതെന്ത് കളറാണ്? പച്ച. ഇതെന്ത് കളറാണ്? ആ ചുവപ്പ്. ഇതെന്ത് കളറാണ് പറയോ? ഓറഞ്ച്. ഇതെന്ത് കളറാണ്? വെള്ള. ഗുഡ് ബൈ. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള കാന്താരിയാണ് നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാന്താരി വെച്ചിട്ടില്ല. കാന്താരി എവിടെയൊക്കെ നിറയുണ്ട് കാന്താരി. കാന്താരി നിറയുണ്ട് ഇതിൽ. ശുചിക്കുട്ടൻ നട്ട കാന്താരിയാണ്. അതിലിട്ടോ മതിയില്ല. ഇവിടെ കറക്റ്റ് അളവിൽ മുറിച്ചു മുള്ളങ്കി. കണ്ടില്ലേ കറക്റ്റായി വെച്ച് അത് വേസ്റ്റ് ആണ് എന്നുള്ളതില്. ഗുഡ് ബോയ് എല്ലാം അറിയും അല്ലേ? എല്ലാം നല്ല രീതിയിൽ മുറിച്ചിട്ടുണ്ട്. മാമി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സിജിന്റെ വായി കേട് വന്ന് പച്ച തിന്നിട്ട് മുള്ളങ്കി. ഞാൻ മുള്ളങ്കി കൊടുത്തു. മുള്ളങ്കി എടുത്ത് കഴിച്ചു. സിജി മുറിച്ചോ? കൈ മുറിക്കണ്ട സിജിക്കുട്ട, ശ്രദ്ധിച്ചു ചെയ്യേ. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ചെടുക്കാം അല്ലേ? കാന്താരി. കാന്താരി. അപ്പോൾ നമുക്കിതാ കാന്താരിയും മല്ലിയലിയും എല്ലാം കൂടി ഇട്ട് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചങ്ങോട്ട് എടുക്കാം. ഉപ്പിട്ട് സിജിക്കുട്ട. അല്ല കുറച്ച് കോൺഫ്ലവറും ഒരു പുളിപ്പ് കിട്ടാൻ നാരങ്ങയും കൂടി പിഴിഞ്ഞിട്ടുണ്ട്. ഒരു നാരങ്ങ പിഴിഞ്ഞ മുട്ട നന്നായി വാരിയിട്ടതിൽ അങ്ങനെ വല്ലിയിട്. പൊട്ടിയാലും കുഴപ്പമില്ല. നമുക്കിത് പൊട്ടിക്കാനാണ്. മല്ലിയിട് എന്നൊക്കെ പറയുന്നത്. മല്ലിയിടേണ്ട ആവശ്യമില്ലത്. വേഗം പാകം. അപ്പം മുട്ടയൊക്കെ ഇതാ തൊലി കളയുണ്ട്. നേരെ തൊലി കളയണം. ഷിജു കളയില്ലേ? ഷിജുവിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാം. കാന്താരി മിക്സിയിൽ നന്നായി അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. കട്ടിയിൽ അരച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മുട്ട തൊലിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെജിറ്റബിള് സാലഡ് ഉണ്ടാക്കാൻ. അപ്പോൾ ഓരോ മുട്ടയും ഓരോ ഉള്ളിയും ഓരോ മുട്ട, ഉള്ളി, ക്യാരറ്റ് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ കോർത്ത് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് മുറിഞ്ഞു പോകും. ഓരോന്നിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. കാന്താരി നല്ല എരിവും ഉപ്പും എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ മസാല. എരിവ്, പുളിപ്പ്, പുതിന, മല്ലിയില, നാരങ്ങ, ഇഞ്ചി എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ ആയിട്ട് ഈ മുട്ട തിന്നാനും മുട്ട ബജ്ജികളിലൊക്കെ തേച്ച് തിന്നില്ല മസാല തേച്ച് ഒരു ഷിജു നോക്കിയിരിക്കുക. അവനെ കൊണ്ട് ഷിജുവൊക്കെ മുറിഞ്ഞ മുട്ടയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തിന്നിട്ടുണ്ട്. എല്ലാം റെഡിയായി. ഇനി നമുക്ക് ചുട്ടെടുക്കാം. നല്ല മഴയത്ത് എരിവും ഇതൊക്കെ ആയിട്ട് ഒരു ചായയും കട്ടൻ ചായ ആയിട്ട് ഇതങ്ങനെ കഴിക്കാം. നല്ല സൂപ്പറായിട്ട് കാന്താരി ഇത് ചുട്ടെടുക്കുക. ഇതാ ഗ്രില്ലഡ് കാന്താരി മുട്ട ബട്ടർ തേച്ചിട്ടുള്ളത്. ഇതാ ബട്ടർ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ അതിൻ്റെ ഉള്ളിക്കൊക്കെ ഇത്തിരി ബട്ടർ തേച്ച് കൊടുക്കുക. ചെറിയ കനലിൽ വേകാൻ പാടുള്ളൂ അല്ലേ? അത് ഒന്ന് മൊരിഞ്ഞെടുക്കാനേ പറ്റുള്ളൂ. നല്ല മണം. ആ കാന്താരി ഒരു ചൂട് തട്ടുമ്പോൾ ഒരു മണം വരില്ലേ?
മുട്ടക്കാന്താരിയിൽ ബട്ടർ ഇങ്ങനെ തേച്ച് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്, കുളു കുളു കുളൂന്ന് നന്നായി തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇതിന്റെ മണവും കുടിച്ചൊരു പ്രത്യേക ഇതാണ്. ബട്ടർ കാന്താരി ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി എടുക്കാൻ പോകുകയാണ്. ഇതാ മുട്ട ബട്ടർ കാന്താരി ഗ്രില്ലഡ്. ഇതാ മുട്ട ബട്ടർ കാന്താരി ഗ്രില്ലഡ്. ഇതാ സാലഡ് റെഡി ആയിട്ടുണ്ട്. അതിനുള്ളത് റെഡിയാക്കുന്നതാ. റെഡിയായി. ഇതാ ഇതിൽ ചെറുനാരങ്ങ ഒഴിച്ചിട്ടുണ്ട്, ഉപ്പുണ്ട്, വിനാഗിരി ഉണ്ട്. ഇതാ ഇങ്ങനെ ഇളക്കി ഇതാ ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് കഴിക്കിയത്. ഇതാ ബ്ലൂട്ടി നാരങ്ങിട്ടപ്പോൾ വയലറ്റായി. ഇതാ ഒരു മുട്ടക്കാന്താരി ഇതൊന്ന് എടുക്കേണ്ടതാ. ഇതാ ഇങ്ങനെ അങ്ങോട്ട് കഴിക്കിയതാ മുറിച്ചിട്ടതാ. സൂപ്പർ. ഞാനും അങ്ങോട്ടൊന്ന് എടുത്തിട്ടുണ്ട് മുട്ടക്കാന്താരി. പൊടി. ഇത് വെള്ളം. ഒരു രക്ഷയില്ല. മുട്ടക്കാന്താരിന്റെ ഉള്ളിതാ. ആയി സൂപ്പർ ഇല്ലേ? ആ ഉള്ളി എല്ലാം അതെ. ഇതിന് മതി കൊട്ടിനി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. താങ്ക് യു.